നമസ്കാരം. ദയവായി ഈ വീഡിയോ മുഴുവനായി കാണണം. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഏകദേശം ഒരു 1.5 മാസം മുമ്പ് ഇതേപോലെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന്റെ ആമുഖവും ഇങ്ങനെ തന്നെയായിരുന്നു. എന്തെങ്കിലും പറ്റിയിട്ട് അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ കെ മുരളീധരനെയും ആരോഗ്യ വകുപ്പിനെയും ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പിനെയും ഒക്കെ എടുത്ത് തോട്ടിലിടണം എന്നാണ്. അവരെയൊക്കെയാണ് പിടിച്ച് ജയിലിൽ അടയ്ക്കേണ്ടത്. കാരണം അവരൊന്നും ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യത ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെ ഡയലോഗ് അടിച്ചിട്ടും കാര്യമില്ല, എങ്ങനെയൊക്കെ ഡയലോഗ് പറഞ്ഞിട്ടും കാര്യമില്ല, എത്രയൊക്കെ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ ഒരു തേങ്ങയും ഇവർ ചെയ്യുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പൊ അൽറീം മന്തി ഷോപ്പ് ഫുഡ് കഴിച്ചവർക്ക്, മന്തി കഴിച്ചവർക്കൊക്കെ വയറ്റിൽ നിന്നൊക്കെ തൂറ്റൽ പിടിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത്. അതിന്റെ കാരണം മറ്റാരുമല്ല, നമ്മുടെ ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും തന്നെയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന കാര്യം കോഴിയുടെ കാര്യമാണ്. അതായത് എവിടെ നിന്ന് കോഴി കഴിച്ചാലും, ഇതിപ്പോ അൾട്രീമെന്ന് കഴിച്ചാലും മാത്രമല്ല, മറ്റെവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാലും ഈ കോഴി, നിങ്ങളിപ്പോ ഭക്ഷണം നിങ്ങൾ കഴിച്ചു നോക്കൂ, നിങ്ങൾ ബ്രോസ്റ്റ് വാങ്ങി കഴിച്ചു നോക്കൂ, അല്ലെങ്കിൽ അൽഫാം വാങ്ങി കഴിച്ചു നോക്കൂ, മറ്റെന്ത് വാങ്ങി കഴിച്ചു നോക്കൂ, എന്ത് വാങ്ങി കഴിച്ചു കഴിഞ്ഞാലും പിറ്റേന്ന് വയറ്റുന്നു പോകുന്നുണ്ട്. അതായത് കോഴി പാചകം ചെയ്ത് കഴിക്കുന്നതിലല്ല, 10-40 ദിവസത്തിനുള്ളിലാണ് ഇങ്ങോട്ട് ഈ കോഴിയെ പടച്ചുണ്ടാക്കി ഈ കുലത്തിൽ വരുന്നത്. അത് കുട്ടിയായി കഴിഞ്ഞാൽ 40ാമത്തെ ദിവസം നമ്മുടെ മേശയിൽ വിളമ്പാണ് ആന കോഴിയായിട്ട്. അപ്പോൾ അത്ര വലുപ്പത്തിൽ വരാൻ വേണ്ടിയിട്ട്, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മരുന്ന്, എന്തു മരുന്നാണ് അതിനകത്ത് ഇഞ്ചക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ. എന്ത് മരുന്നാണ് അതിന്റെ അകത്ത് ഇഞ്ചക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ. ഇതാണ് കണ്ടെത്തേണ്ടത്. അതായത് കോഴി എവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള മോശം കോഴി അതാണ് ഇപ്പൊ വിതരണം നടത്തുന്നത്. ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളത്തിൽ എമ്പാടും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ അവിടെ നിന്ന് വരുന്നത്, എവിടെ നിന്ന് വന്നാലും ഈ ഫാമിലുള്ളവർക്ക് കൊടുക്കുന്ന മരുന്ന് അത് ഇത് തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും കൊടുക്കുന്നത്. ഏതായാലും അതാണ് ഇവിടുത്തെ വില്ലൻ എന്ന്, അല്ലെങ്കിൽ ഇതുപോലെ വില്ലത്തരം ഉണ്ടാകുമെന്ന്, വയറ്റുകളൊക്കെ തൂറ്റലും പിടിച്ച ആൾക്കാർ മരിക്കുമെന്ന് ഏതാണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്ത, 2 മാസത്തിനുള്ളിൽ ആ വീഡിയോ ഉണ്ടാവും. അതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇപ്പൊ അൽറീം കുഴിമന്തി, അവിടെ നിന്ന് മന്തി കഴിച്ചവർക്കൊക്കെ ആശുപത്രിയിലാണ്. ചെറിയ കുട്ടികളൊക്കെ വലിയ അത്യാസന്ന നിലയിൽ ഉള്ളവരുണ്ട്, അതുപോലെ മറ്റുള്ളവരും ഒക്കെ ഉണ്ട്. ഇപ്പൊ പറയുന്നത് ആ മന്തി ഷോപ്പ് പൂട്ടണം, മന്തി ഷോപ്പ് പൂട്ടണം എന്നുള്ള ഒരു കാര്യമില്ല. അങ്ങനെ മന്തി ഷോപ്പ് പൂട്ടണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ മന്തി ഷോപ്പുകളും പൂട്ടേണ്ടി വരും. അല്ലാതെ എന്ത് ചെയ്യും? അവർക്ക് എങ്ങനെ ജീവിക്കും? ഈ ഫുഡൊന്നും കഴിക്കണ്ടേ? ആർക്കും ആഘോഷിക്കൊന്നും വേണ്ടേ? എല്ലാവരും വീട്ടിലെ കഞ്ഞിയും ചമ്മന്തി മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അത് പോരാ. ഇവിടെ ശുദ്ധമായ ഭക്ഷണം കിട്ടുന്നെന്ന് ഉറപ്പുവരുത്തണം. ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന, ഈ കോഴി വെച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന കെമിക്കലുകൾ, ആ കെമിക്കലുകളും പിന്നെ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്ന കെമിക്കൽ വേറെ, ഇത് രണ്ടും കൂടെ മിക്സ് ആവുമ്പോൾ എങ്ങനെ വരും നമുക്കറിയാൻ പറ്റും. ഓരോ മന്തി ഷോപ്പിലും ഓരോ പാചകമാണ്, ഓരോരുത്തരും കിടപിടിക്കുകയാണ് ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒക്കെ കെമിക്കലാണ്, ഒക്കെ എസൻസ് ആണ്, അത് രാസപദാർത്ഥം തന്നെയാണല്ലോ. ഈ കോഴിക്ക് കൊടുക്കുന്ന മരുന്ന് എന്താണെന്ന് ആർക്കറിയാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബേക്കറിയിൽ, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ചിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങി നിന്ന് കത്തിച്ചു നോക്കുക. എല്ലാത്തിനും പ്ലാസ്റ്റിക് ഉണ്ട്, അതിന്റെ കോട്ടിങ്, പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട് പുറത്ത്. കാരണം വായു വന്നു കഴിഞ്ഞാൽ അത് തണുത്തു പോകാതിരിക്കാൻ വേണ്ടി, ആ മൊരിഞ്ഞ് കറുമുറ തിന്നാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് എല്ലാത്തിലും പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട്. പിന്നെ അത് പൊരിക്കുന്നത് ഓയിലിലാണ്, എണ്ണയിലല്ല, സസ്യ എണ്ണകളിൽ നിന്നല്ല, പാം ഓയിലിൽ നിന്നോ വെളിച്ചെണ്ണ കൊണ്ടോ അല്ല പൊരിക്കുന്നത്, ഓയിലാണ്. അതായത് പെട്രോളിയം ഉൽപ്പന്നമായ ഓയിലാണ് പൊരിക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞ എണ്ണ അതാണ്. അതായത് മണ്ണെണ്ണയിൽ പൊരിച്ച ചിപ്സും ബേക്കറിയും ഒക്കെ നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ അത്തരത്തിലുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ ഈ മന്തിന്റെ കാര്യം പറഞ്ഞത്, മന്തിയുടെ പ്രധാന കാരണം ആ മന്തി ഷോപ്പിലെ പാചകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ കോഴി അത് പ്രശ്നമാണ്. നിങ്ങൾ ഏത് കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും പിറ്റേന്ന് തൂറ്റിൽ പിടിക്കുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി. കാരണം അത്തരത്തിൽ അളവ് കൂടിയ കോഴിയായിരിക്കും ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാകുക, അല്ലാതെ അവിടുത്തെ പാചകം കൊണ്ടല്ല. അത് ഭക്ഷണം കഴിച്ചവർ തന്നെ സ്ഥിരം കഴിക്കുന്നവരുണ്ട്. അവർ പറയുന്നുണ്ട് അവിടുത്തെ ഭക്ഷണം നല്ലതായിരുന്നു, ഇതിനു മുമ്പത്തെ ഫുഡ് നല്ലതായിരുന്നു, യാതൊരു വിഷയവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നെ ഈ ഒരു ദിവസം മാത്രം എന്തേ വിഷയം ഉണ്ടായി? എന്നും ഒരേപോലെ തന്നെയാണ് പാചകം ചെയ്യുന്നത്, എന്നും ഒരേ പാചകക്കാരൻ തന്നെയാണ് പാചകം ചെയ്യുന്നത്, എന്നും ഒരേപോലെ തന്നെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് അവർ ചേർക്കുന്നത്, എല്ലാം അത് തന്നെയാണ്. പിന്നെ എന്തായി മാറ്റം വരുന്നത്? കോഴി ഓരോ ദിവസവും പുതിയതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വരുന്ന കോഴിയിൽ ചേർക്കുന്ന മരുന്നിന്റെ, ആ വിഷത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ടായിരിക്കും, അതിനനുസരിച്ചിട്ടാണ് ഈ തൂറ്റലും മെഡിക്കലും ഒക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇതിനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അരിയിലുമായം, പയറിലുമായം, പാലിലുമായം, വെളിച്ചെണ്ണയിലുമായം, സകലത്തിലുമായമാണ്. ഈ മായം ചേർക്കുന്ന ഈ പരിപാടി കേരളത്തിൽ അവസാനിപ്പിച്ചാലല്ലാതെ, വെറും ഫൈനിട്ട് അങ്ങോട്ട് കൊടുക്കലല്ല, ഖജനാവിലേക്ക് പണം അങ്ങോട്ട് വരുത്താൻ വേണ്ടി ചെയ്യുന്ന പണിയുടെ കാര്യമല്ല പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഖജനാവിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ ബാക്കിയുള്ള വകുപ്പൊന്നും ഇവിടെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഒരല്പമെങ്കിലും
ഈ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കൂറുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ അൽറീം എന്ന് പറയുന്ന മന്തിഷോപ്പ് അടച്ചു പൂട്ടിയിട്ട് അവിടെ ഉള്ളവരുടെ ആ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള അവരുടെ കച്ചവടം മുടക്കല്ല വേണ്ടത്. അത് നന്നായിട്ട് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ ഹോട്ടലിൽ നിന്നും പച്ച കോഴി എടുക്കട്ടെ, സാമ്പിൾ എടുത്തിട്ട് ചെക്ക് ചെയ്യാം. അതിനകത്ത് എന്തൊക്കെ വിഷാംശങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതിൽ വിഷാംശം കണ്ടെത്തി കഴിഞ്ഞാൽ ഏത് ഫാമിൽ നിന്നാണ് അത് ഉണ്ടാക്കിയെന്ന് നോക്കുക. ആ ഫാമുകാരനെ പിടിക്കുക. അവനെയാണ് പിടിക്കേണ്ടത്, അല്ലാതെ ഈ പാവം മന്തിഷോപ്പുകാരല്ല. ഈ മന്തിഷോപ്പുകാർ ആ കോഴി ഉണ്ടാക്കിക്കൊണ്ടല്ല അവർ കോഴി വാങ്ങുകയാണ് ചെയ്യുന്നത്. ആ വാങ്ങുന്ന കോഴിയെ അവർ പാചകം ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കേസെടുക്കുന്നത് ശിക്ഷിക്കുന്നതും ഒക്കെ ആര് വിൽക്കുന്നതനുസരിച്ചിട്ടാണ്. ഈ കോഴി എങ്ങനെ ഇവിടെ വരുന്നത്? ഇവിടെ യാതൊരു പരിശോധനയില്ലാന്നും ഫൈൻ അടച്ചുകൊണ്ട് എങ്ങനെയും അത് രക്ഷപ്പെട്ടു പോകാമെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ കോഴി ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്നത്. നോക്ക്, ഏതിലാ മായമില്ലാത്ത? പച്ചക്കറിയിൽ മായമില്ലേ? ഫ്രൂട്ട്സിൽ, പഴങ്ങളിൽ മായമില്ലേ? എല്ലാത്തിലും മായമാണ്, മുഴുവൻ മായമാണ്. അതായത് വിഷമാണ് മലയാളി തിന്നുകൊണ്ടിരിക്കുന്നത്. അത് പരിശോധിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എവിടെ നിന്നാണോ വരുന്നത് അവരെ ബാൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെ ഇപ്പൊ മന്തിന്റെ വിഷയമായതുകൊണ്ട് ആ കോഴി ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് ആ കോഴി ഇറച്ചി പരിശോധിച്ചതിന്റെ വിഷം അത് എവിടെ നിന്ന് വന്നു, ആരാണത് വിതരണം നടത്തിയത്, ആ വിതരണക്കാരൻ എവിടെ നിന്നാണ് കോഴി എടുക്കുന്നത്, മനസ്സിലായില്ലേ? അവർക്ക് കൊടുക്കണം, ലക്ഷങ്ങൾ അങ്ങോട്ട് ഫൈൻ അടിച്ചു കൊടുക്കുക. മാത്രമല്ല അവരുടെ കോഴിയുടെ ബാൻ ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയാം. ഇവിടെ കോഴി തിന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ആകാശം ഇടിഞ്ഞു വിടാനും പോകുന്നില്ല കേരളത്തിൽ. അതുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തുടക്കത്തിൽ എവിടെയാണോ തുടക്കം അവിടെ ബാൻ ചെയ്താലേ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ബാക്കിയുള്ളവർ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് ഇപ്പൊ അൽറീം മന്തി മാത്രമല്ല, ദുനിയാവിന്റെ ഏത് കോണിൽ കേരളത്തിൽ എവിടെ ചെന്നിട്ട് കോഴി ഉൽപ്പന്നങ്ങൾ വാങ്ങി എവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാലും, കരിച്ചതായാലും പൊരിച്ചാലും 65 ആയാലും ഇനി അല്ലാത്ത 5 ആയാലും എന്ത് വാങ്ങി കഴിച്ചു കഴിഞ്ഞാലും പിറ്റേന്ന് വയറ്റിന്ന് പോകുന്നുണ്ട്. പോകാത്തവരില്ല. അതാണ് എന്റെ വാസ്തവം എന്ന് പറയുന്നത്. ഇത് കുറച്ച് കൂടുതൽ പോയി. ഇത് കൂടുതൽ പോയപ്പോൾ സംഗതി പണിയായി, അത്രേ ഉള്ളൂ. അതിൽ അൽറീം കുറ്റക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അൽറീം പൂട്ടണമെന്നാണ് പലരും വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും പറയില്ല, പൂട്ടണമെന്ന് പറയില്ല. അത് തുറന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഭക്ഷണ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ശുദ്ധമായ ഭക്ഷണ സാധനങ്ങൾ കിട്ടാനുള്ള നടപടികൾ ഇവിടുത്തെ ഗവൺമെന്റ് എടുക്കണം. അതിനുള്ള ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ രാജിവെച്ച് വേറെ വല്ല പണിക്കും പോകണം. Different angles. Don't forget to subscribe and support this channel.